പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. പത്തിരിപ്പാലയിൽ വെള്ളം ചോദിച്ചെത്തിയ മോഷ്ടാവ് വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ മാല കവർന്ന മോഷ്ടാവിനായുള്ള അന്വേഷണം ഒറ്റപ്പാലം പോലീസ് ഊർജിതമാക്കി. ഒറ്റപ്പാലം പത്തിരിപ്പാല പൂക്കാട്ടുകുന്നിൽ പട്ടാപ്പകൽ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ബുധനാഴ്ച രാവിലെ 10:30 നാടിനെ നടുക്കിയ സംഭവം നടന്നത്. വീട്ടുടമ രുക്മിണിയുടെ ബന്ധുവായ ചിറ്റൂർ സ്വദേശിനി പ്രേമയും 2 വയസ്സുകാരനായ പേരക്കുട്ടിയും മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് മോഷ്ടാവ് എത്തിയത്. കുടിക്കാൻ വെള്ളം ചോദിച്ചെത്തിയ ഇയാൾ പ്രേമ വെള്ളമെടുക്കാൻ അകത്തേക്ക് കയറിയതോടെ പിന്നാലെ എത്തി ആക്രമിക്കുകയായിരുന്നു. അടിച്ചപ്പോൾ ഞാൻ കതക് തുറന്ന് നോക്കുമ്പോൾ ഒരാൾ നിൽക്കുക. വെള്ളം ചോദിച്ചപ്പോൾ ഒരു വെള്ളം ഞാൻ കൊച്ചു ഉറങ്ങാണ്, ഇപ്പോൾ വെള്ളം എടുക്കാൻ പറ്റില്ല, അടിച്ചിട്ട് വരിക പറഞ്ഞു. ഞാൻ വെള്ളം എടുക്കാൻ പോയത് ബാക്കിൽ കൂടെ എന്നെ ഒരു ചവിട്ടി ഞാൻ ഉള്ളിൽ പോയി എൻ്റെ ബാക്കിൽ കൂടെ വന്നതായി അയാൾ വീണിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഫോണുണ്ട്. ഫോൺ ചേച്ചിക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞെടുക്കുമ്പോഴേക്ക് ഫോൺ വായ അടച്ച് പിടിച്ചത് തലയിൽ പിടിച്ചിട്ട് വലിച്ചിട്ട്. പ്രേമയെ പിന്നിൽ നിന്നും ചവിട്ടി വീഴ്ത്തിയ ശേഷം വായ പൊത്തിപ്പിടിച്ച് ബലം പ്രയോഗിച്ചാണ് കവർച്ച നടത്തിയത്. പ്രേമയുടെ കഴുത്തിലുണ്ടായിരുന്ന താലിമാലയും 3 ഗ്രാം തൂക്കം വരുന്ന കമ്മലും മോഷ്ടാവ് കവർന്നു. കമ്മൽ വലിച്ചു പറിക്കുന്നതിനിടെ പ്രേമയുടെ ഇടതു ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 2 വയസ്സുകാരന്റെ കഴുത്തിലുണ്ടായിരുന്ന 1 പവൻ മാലയും മോഷ്ടിച്ച് പ്രതി കടന്നുകളഞ്ഞു. ബോധരഹിതയായി വീണ പ്രേമയെ പിന്നീട് വീട്ടുകാർ എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റ പ്രേമ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.